ശിവഗിരി HS റേഡിയോ സാസദസനിധ പനിധ മഗ മഗരിസ സാസദസനിധ പനിധ മഗ മഗരിസ ശിവഗിരി HS റേഡിയോ. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ അവതരിപ്പിക്കുന്നത് യുവിക, അമേയ, അറഫ ഫൈസൽ. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ. ഓണച്ചെലവ് 753 കോടി രൂപ കടമെടുക്കുന്നു. ഇന്ത്യൻ ഹോക്കി ടീമിൽ PR ശ്രീജേഷിന്റെ പിൻഗാമിയായി കൃഷ്ണൻ പതക്. വയനാടിനൊരു $1 1/2 കോടി കൈമാറി. നഗരങ്ങളിൽ വീട് നിർമ്മാണത്തിന് ഇളവ്. തലസ്ഥാനത്ത് നിന്നും കാണാതായ 3 കുട്ടികളും തിരികെ എത്തി. കേരളത്തിന്റെ വന്ദേ ഭാരത് മുടങ്ങി, തമിഴ്നാടിന് 2 എണ്ണം കൂടി. വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിൽ കേരളോത്സവം. ചാരായവുമായി പിടിയിൽ. അവയവം മാറ്റിവെക്കൽ മരുന്ന് സൗജന്യമായി നൽകുമെന്ന് മന്ത്രി. ജയ് ഷാ ICC ചെയർമാൻ. കാട്ടാനകളുടെ മരണം അന്വേഷിക്കാൻ വിദഗ്ധ സമിതി. കേവൻ പരേഖ് ആപ്പിൾ CFO. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ വിശദമായി. ഓണച്ചെലവ് 753 കോടി രൂപ കടമെടുക്കുന്നു. ഓണക്കാല ചെലവുകൾക്ക് 753 കോടി രൂപ കൂടി കടമെടുക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. ചൊവ്വാഴ്ച 3000 കോടി രൂപ എടുത്തതിനു പിന്നാലെയാണിത്. റിസർവ് ബാങ്ക് ഇറക്കുന്ന കടപ്പത്രങ്ങളുടെ ലേലം സെപ്റ്റംബർ 2 നടക്കും. ഇതോടെ ഡിസംബർ വരെ കേന്ദ്ര സർക്കാർ എടുക്കാൻ അനുവദിച്ച 21,253 കോടി രൂപയുടെ വായ്പ മുഴുവൻ എടുത്തു തീരും. ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിലേക്ക് നിലവിൽ വായ്പ എടുക്കാനാവില്ല. എന്നാൽ പബ്ലിക് അക്കൗണ്ടിൽ AGയുടെ അന്തിമ കണക്കനുസരിച്ച് 4000 കോടി രൂപയ്ക്ക് കൂടി അർഹതയുണ്ട്. ഇതിനുള്ള അപേക്ഷ സംസ്ഥാനം നൽകിയിട്ടുണ്ട്. ഇതിൽ കേന്ദ്രത്തിന്റെ തീരുമാനമായിട്ടില്ല. ഇന്ത്യൻ ഹോക്കി ടീമിൽ PR ശ്രീജേഷിന്റെ പിൻഗാമിയായി കൃഷ്ണൻ പതക്. ഇന്ത്യൻ ഹോക്കി ടീമിൽ PR ശ്രീജേഷിന്റെ പിൻഗാമിയാകാൻ കൃഷ്ണൻ പതക്. ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ഹോക്കി ടീമിൽ പതക് 1ാം ഗോൾ കീപ്പറാകും. പാരീസ് ഒളിമ്പിക്സിലെ വെങ്കല മെഡൽ നേട്ടത്തിന് പിന്നാലെ ശ്രീജേഷ് വിരമിച്ചതോടെയാണ് പ്രധാന ഗോൾ കീപ്പറായി 27കാരൻ പതക്കിന് അവസരമുണ്ടായത്. വയനാടിനൊരു $1 1/2 കോടി കൈമാറി. വയനാടിനായി കൈകോർത്ത പ്രവാസികളായ കുരുന്നുകൾ സ്വരൂപിച്ചത് 1/2 കോടി രൂപ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള മലയാളം മിഷൻ ചാപ്റ്ററുകളിലെ കുരുന്നുകളാണ് വയനാടിനൊരു $1 എന്ന പദ്ധതിയുടെ ഭാഗമായത്. മലയാള മിഷൻ ചാപ്റ്ററുകളിലെ ഭാരവാഹികളും അധ്യാപകരും കൂടി കൈകോർത്തു. 105 ചാപ്റ്ററിൽ നിന്നുള്ള 50,000 വിദ്യാർത്ഥികളാണ് ഇതിന്റെ ഭാഗമായത്. എല്ലാ ചാപ്റ്ററുകളിൽ നിന്നും അയക്കുന്ന തുകകൾ ക്രോഡീകരിച്ച രേഖ മലയാള മിഷൻ ഡയറക്ടർ മുരുകൻ കാട്ടാക്കടയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിക്ക് കൈമാറി. നഗരങ്ങളിൽ വീട് നിർമ്മാണത്തിന് ഇളവ്. കോർപ്പറേഷൻ മുനിസിപ്പൽ മേഖലകളിൽ 2 സെന്റ് വരെയുള്ള ഭൂമിയിൽ നിർമ്മിക്കുന്ന 100 ചതുരശ്ര മീറ്റർ വരെയുള്ള വീടുകൾക്ക് സ്ഥലം വിടുന്നതിൽ ഇളവ്. മുന്നിൽ 3 മീറ്റർ വരെയുള്ള വഴിയാണെങ്കിൽ ഒഴിവാക്കിയിടേണ്ട സ്ഥലം 1 മീറ്ററായി കുറച്ചുകൊണ്ട് ചട്ടഭേദഗതി വരുത്തുമെന്ന് മന്ത്രി MP രാജേഷ് പറഞ്ഞു. താമസാവശ്യത്തിന് വേറെ ഭൂമിയില്ലാത്ത കുടുംബങ്ങൾക്കാണ് ഇളവ് നൽകുക. തിരുവനന്തപുരം കോർപ്പറേഷൻ അദാലത്തിൽ പരാതിയുമായി എത്തിയ നേമം സ്വദേശികളായ നാഗരാജന്റെയും K മണിയമ്മയുടെയും പരാതി പരിഗണിച്ചാണ് മന്ത്രിയുടെ നിർദ്ദേശം. വലിയ പ്ലോട്ടുകൾക്ക് 2 മീറ്ററും 3 സെന്റിൽ താഴെയുള്ള പ്ലോട്ടുകൾക്ക് 1.8 മീറ്ററുമായിരുന്നു നിലവിൽ റോഡിൽ നിന്നുള്ള ഫ്രണ്ട് സെറ്റ് ബാക്ക് നിശ്ചയിച്ചിരുന്നത്. തലസ്ഥാനത്ത് നിന്നും കാണാതായ 3 കുട്ടികളും തിരികെ എത്തി. പട്ടം കേന്ദ്രീയ വിദ്യാലയത്തിൽ നിന്നും കാണാതായ 3 കുട്ടികളും തിരികെ എത്തി. ക്ലാസ്സിൽ പങ്കെടുക്കാനായി സ്കൂൾ ബസ്സിലെത്തിയ കുട്ടികൾ ക്ലാസ്സിൽ കയറിയിരുന്നില്ല. 12:30 ക്ലാസ്സിൽ പങ്കെടുക്കാനായി എത്തിയ കുട്ടികളെയാണ് കാണാതായത്. തുടർന്ന് സ്കൂൾ അധികൃതർ രക്ഷിതാക്കളെയും പോലീസിനെയും വിവരം അറിയിക്കുകയായിരുന്നു. മെഡിക്കൽ കോളേജ് പോലീസ് അന്വേഷണം നടത്തുന്നതിനിടെ കുട്ടികൾ സ്കൂളിലേക്ക് തിരികെ വരികയായിരുന്നു. റീൽസ് എടുക്കാനായി പോയ കുട്ടികൾ സ്കൂളിന് സമീപത്തുണ്ടായിരുന്നു എന്നതാണ് വിവരം. കേരളത്തിന്റെ വന്ദേ ഭാരത് മുടങ്ങി, തമിഴ്നാടിന് 2 എണ്ണം കൂടി. നിറയെ യാത്രക്കാരുണ്ടായിരുന്ന എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് സ്പെഷ്യൽ സർവീസ് തുടരാനുള്ള അനുമതി വൈകുന്നതിനിടെ തമിഴ്നാടിന് 2 പുതിയ ട്രെയിനുകൾ അനുവദിച്ചു. മധുര ബംഗളൂരു, ചെന്നൈ നാഗർകോവിൽ റൂട്ടുകളിലാണ് പുതിയ വന്ദേ ഭാരത് സർവീസുകൾ. എറണാകുളം ബംഗളൂരു സർവീസ് തുടരാനുള്ള അനുമതി വൈകുന്നത് ഓണക്കാലത്ത് പ്രതിസന്ധിയാകും. ബസ്സുകളിൽ 4000 രൂപ വരെയാണ് നിലവിൽ ടിക്കറ്റ് നിരക്ക്. കഴിഞ്ഞ ഓണക്കാലത്ത് 6000 രൂപ വരെ ആയിരുന്നു. ഈ പ്രതിസന്ധിയിൽ വന്ദേ ഭാരത് പുനരാരംഭിക്കാൻ ജനപ്രതിനിധികളും സംസ്ഥാന സർക്കാരും അടിയന്തരമായി ഇടപെടണമെന്നാണ് ബംഗളൂരുവിലെ മലയാളി സംഘങ്ങളുടെ ആവശ്യം.
അർദ്ധരാത്രിയോടെ എറണാകുളത്തേക്ക് പുറപ്പെടാവുന്ന രീതിയിൽ സർവീസ് നടത്താൻ കഴിയുമെങ്കിലും അത് റെയിൽവേ പരിഗണിക്കുന്നില്ലെന്നും അവർ കുറ്റപ്പെടുത്തുന്നു. പുതിയ 2 സർവീസുകൾ ആരംഭിക്കുന്നതോടെ ദക്ഷിണ റെയിൽവേയിലേക്കു കീഴിൽ കൂടുതൽ വന്ദേ ഭാരത് ഓടുന്ന സംസ്ഥാനമായി തമിഴ്നാട് മാറുകയാണ്. 12 എണ്ണം. സംസ്ഥാനത്തെ മിക്ക ജില്ലകളിലൂടെയും ഇവ കടന്നുപോകുന്നുണ്ട്. വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിൽ കേരളോത്സവം. മലയാളികളായ ആശാ ശോഭന, സജന സജീവൻ എന്നിവർ ടീമിൽ. ഒക്ടോബറിൽ UAEയിൽ നടക്കുന്ന T20 ക്രിക്കറ്റ് ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ 2 മലയാളികൾ ഇടം നേടിയത് കേരള ക്രിക്കറ്റ് ചരിത്രത്തിൽ പുതിയ അധ്യായമാകും. വയനാട് മാനന്തവാടി സ്വദേശിയായ ഓൾറൗണ്ടർ സജന സജീവൻ, തിരുവനന്തപുരം പേരൂർക്കട സ്വദേശി ലെഗ് സ്പിന്നർ ആശാ ശോഭന എന്നിവരാണ് ലോകകപ്പ് ക്രിക്കറ്റിനുള്ള ഇന്ത്യയുടെ 15-അംഗ ടീമിൽ ഇടം നേടിയത്. പുരുഷ ലോകകപ്പിൽ ഇന്ത്യൻ ടീമിൽ നേരത്തെ കേരളീയർ കളിച്ചിട്ടുണ്ടെങ്കിലും വനിതാ ലോകകപ്പിൽ ഇതാദ്യമായാണ്. ടീമിനെ ഹർമൻ പ്രീത് കൗർ നയിക്കും. ഒക്ടോബർ 3 മുതൽ 20 വരെ UAEയിലാണ് വനിതകളുടെ T20 ലോകകപ്പ്. ബംഗ്ലാദേശിൽ നടത്താനിരുന്ന മത്സരം പിന്നീട് UAEയിലേക്ക് മാറ്റുകയായിരുന്നു. ടൂർണമെന്റിൽ 10 ടീമുകൾ കളിക്കും. ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, പാകിസ്ഥാൻ, ശ്രീലങ്ക എന്നീ ടീമുകൾക്കൊപ്പം ഗ്രൂപ്പ് എയിലാണ് ഇന്ത്യ. ബംഗ്ലാദേശ്, ഇംഗ്ലണ്ട്, സ്കോട്ട്ലൻഡ്, ദക്ഷിണാഫ്രിക്ക, വെസ്റ്റ് ഇൻഡീസ് എന്നീ ടീമുകൾ ഗ്രൂപ്പ് ബിയിലും മത്സരിക്കും. ചാരായവുമായി പിടിയിൽ. ശിങ്കാരപ്പള്ളിയിൽ വിൽപ്പനയ്ക്കായി വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 5 ലിറ്റർ ചാരായവുമായി നിരവധി അബ്കാരി കേസിലെ പ്രതി പിടിയിൽ. കിഴക്കേ കല്ലട ശിങ്കാരപ്പള്ളി ആറ്റുപുറത്ത് വടക്കതിൽ ബിജു 48 വയസ്സാണ് അറസ്റ്റിലായത്. എക്സൈസിലും പോലീസിലുമായി 11ഓളം കേസുകളുള്ള ഇയാൾ മുമ്പ് കൈവിലങ്ങുമായി വെള്ളത്തിൽ ചാടി രക്ഷപ്പെട്ട ആളാണ്. പരിശോധനയിൽ IBC ഇൻസ്പെക്ടർ G ശ്രീകുമാർ, ഗ്രേഡ് പ്രിവന്റിംഗ് ഓഫീസർമാരായ അനീഷ്, ജ്യോതി, സുനിൽകുമാർ, ഉണ്ണികൃഷ്ണൻ, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരായ ശാലിനി, ശശി, ഗംഗ എന്നിവർ പങ്കെടുത്തു. അവയവം മാറ്റിവെക്കൽ മരുന്ന് സൗജന്യമായി നൽകുമെന്ന് മന്ത്രി. അവയവം മാറ്റിവെക്കൽ മരുന്നുകൾ സൗജന്യമായി നൽകുമെന്ന് മന്ത്രി വീണ ജോർജ്. കാരുണ്യ ഫാർമസിയിൽ പ്രവർത്തനം ആരംഭിച്ച കാരുണ്യ സ്പർശം സീറോ പ്രോഫിറ്റ് ആന്റി ക്യാൻസർ ഡ്രഗ് കൗണ്ടറുകളുടെ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു മന്ത്രി. ക്യാൻസർ ചികിത്സയ്ക്കുള്ള വില കൂടിയ മരുന്നുകൾ പരമാവധി വില കുറച്ച് നൽകുന്നതാണ് പദ്ധതി. പുറത്തുനിന്ന് വാങ്ങുമ്പോൾ 42,350 രൂപ വിലയുള്ള മരുന്നുകൾ 35,667 രൂപ വില കുറച്ച് 6,683 രൂപയ്ക്ക് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്കുള്ള രോഗികൾക്ക് നൽകി മന്ത്രി ആദ്യ വിൽപ്പന നടത്തി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. മെഡിക്കൽ സർവീസ് കോർപ്പറേഷന് ലഭിക്കുന്ന ലാഭം പൂർണ്ണമായി ഒഴിവാക്കിയാണ് ക്യാൻസർ മരുന്ന് വിതരണം ചെയ്യുന്നത്. ജയ് ഷാ ICC ചെയർമാൻ. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ ICC അധ്യക്ഷനായി ഇന്ത്യയുടെ ജയ് ഷാ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. മറ്റാരും മത്സര രംഗത്തുണ്ടായിരുന്നില്ല. 3ാം വട്ടം മത്സരിക്കാനില്ലെന്ന് നിലവിലെ ചെയർമാൻ ഗ്രെഗ് ബാർക്ലേ നിലപാടെടുത്തതോടെയാണ് ജയ് ഷാ അധ്യക്ഷ പദവിയിൽ എത്തുന്നത്. കാട്ടാനകളുടെ മരണം അന്വേഷിക്കാൻ വിദഗ്ധ സമിതി. സംസ്ഥാനത്ത് കഴിഞ്ഞ 10 വർഷത്തിനിടെ വിവിധ വനമേഖലകളിൽ ആനകൾ ചരിഞ്ഞത് അന്വേഷിക്കാൻ വിദഗ്ധ സമിതിയെ നിയമിച്ചു. ചീഫ് വൈൽഡ് വാർഡൻ പ്രമോദ് G കൃഷ്ണൻ മേൽനോട്ടം വഹിക്കും. വനം വകുപ്പ് CCF DK വിനോദ് കുമാറിന്റെ നേതൃത്വത്തിൽ ചീഫ് വെറ്റിനറി സർജൻ അരുൺ സക്രിയ, DFO മനു സത്യൻ, SR രാധാകൃഷ്ണൻ, M ബാലസുബ്രഹ്മണ്യം എന്നിവരാണ് സമിതിയിലുള്ളത്. 1 മാസത്തിനകം റിപ്പോർട്ട് നൽകണം. റാന്നിയിലും കോന്നിയിലും കാട്ടാനകൾ ചരിഞ്ഞത് അന്വേഷിക്കാൻ സദേൺ സർക്കിൾ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററെ ചുമതലപ്പെടുത്തിയതായി മന്ത്രി AK ശശീന്ദ്രൻ അറിയിച്ചു. കാട്ടാനകളുടെ അസ്വാഭാവിക മരണം വർദ്ധിച്ച സാഹചര്യത്തിലാണ് അന്വേഷണം. കേവൻ പരേഖ് ആപ്പിൾ CFO. ആപ്പിളിന്റെ പുതിയ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ CFO ആയി ഇന്ത്യൻ വംശജനായ കേവൻ പരേഖിനെ നിയമിച്ചു. നിലവിലെ CFO ലൂക മൈസ്ത്രി സ്ഥാനമൊഴിയുന്ന പശ്ചാത്തലത്തിലാണ് നിയമനം. നിലവിൽ കമ്പനിയുടെ ഫിനാൻഷ്യൽ പ്ലാനിംഗ് ആൻഡ് അനാലിസിസ് വിഭാഗം വൈസ് പ്രസിഡന്റാണ് അദ്ദേഹം. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ ഒരിക്കൽ കൂടി. ഓണച്ചെലവ് 753 കോടി രൂപ കടമെടുക്കുന്നു. ഇന്ത്യൻ ഹോക്കി ടീമിൽ PR ശ്രീജേഷിന്റെ പിൻഗാമിയായി കൃഷ്ണൻ പതക്. വയനാടിന് $1 1/2 കോടി കൈമാറി. നഗരങ്ങളിൽ വീട് നിർമ്മാണത്തിന് ഇളവ്. തലസ്ഥാനത്ത് നിന്നും കാണാതായ 3 കുട്ടികളും തിരികെ എത്തി. കേരളത്തിന്റെ വന്ദേ ഭാരത് മുടങ്ങി. തമിഴ്നാടിന് 2 എണ്ണം കൂടി. വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിൽ കേരളോത്സവം. ചാരായവുമായി പിടിയിൽ.
അവയവം മാറ്റിവെക്കൽ മരുന്ന് സൗജന്യമായി നൽകുമെന്ന് മന്ത്രി. ജയ് ഷാ ICC ചെയർമാൻ. കാട്ടാനകളുടെ മരണം അന്വേഷിക്കാൻ വിദഗ്ധ സമിതി. കേവൻ പരേഖ് ആപ്പിൾ CFO. പോയ വാരത്തിലെ വിശേഷങ്ങൾ അവസാനിച്ചു. സാ സദസ നിധ പനിധ മഗ മഗരിസ. ശിവഗിരി HS റേഡിയോ കേൾക്കൂ, സമ്മാനങ്ങൾ നേടൂ. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. പോയ വാരത്തിലെ വിജയി 7ാം ക്ലാസ് C ഡിവിഷനിലെ അഗ്നിജ അഗ്നിമ. പോയ വാരത്തിലെ ചോദ്യവും ഉത്തരവും. ഓസ്ട്രേലിയക്കെതിരായ ഏക വനിതാ അൺഒഫീഷ്യൽ ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ക്യാപ്റ്റൻ മിന്നുമണി. ശിവഗിരി HS റേഡിയോ ആഴ്ചയിലെ ചോദ്യം. 2024 ഒക്ടോബർ 3 മുതൽ 20 വരെ UAEയിൽ വെച്ച് നടക്കുന്ന വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് ഏതു രാജ്യത്ത് വെച്ചാണ് ആദ്യം നടത്താൻ തീരുമാനിച്ചത്? ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. സാ സദസ നിധ പനിധ മഗ മഗരിസ. ഈ ആഴ്ചത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കേൾക്കാം. ശിവഗിരി HS റേഡിയോ.